ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തൂണേരി ഷിബിൻ വധക്കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. 15-16 പ്രതികളും കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തി. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. സർക്കാരിന്റെ ഉൾപ്പെടെ അപ്പീലിലാണ് വിധി. ശിക്ഷ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, വളരെ വിവാദമായ ഒരു കേസ്. അന്നത്തെ ഈ പ്രതികളെല്ലാം വെറുതെ വിട്ട അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വലിയ വിമർശനങ്ങൾക്കിടവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഈ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കിയ മറ്റു കാര്യങ്ങൾ? സിജു, അന്നത്തെ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി അതിൽ ഭാഗികമായി അത് കോടതി തള്ളി, അല്ലെങ്കിൽ ഭാഗികമായി ശരിവെച്ചു എന്ന് നമുക്ക് പറയാം. കാരണം ആകെ 17 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 6 വരെ പ്രതികളും ഒപ്പം 15-16 പ്രതികളും കുറ്റക്കാരാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീലുകളിൽ വിശദമായി വാദം കേട്ട ശേഷമാണ് അത്തരത്തിലൊരു നിരീക്ഷണം നടത്തി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആകെ 17 പ്രതികളിൽ 8 പേർ കുറ്റക്കാരാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അത് 1 മുതൽ 6 വരെ പ്രതികളാണ്. ഇവരെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമാണ്. ഒന്നാം പ്രതി ഇസ്മയിലിൻ്റെ സഹോദരൻ മുനീർ, അസ്ലം, സിദ്ദിഖ്, ഒപ്പം മുഹമ്മദ് അനീസ്, ഷുഹൈബ്, ഇതുകൂടാതെ 15-16 പ്രതികളായ ജാസിം, സമദ് അബ്ദുൾ എന്നിങ്ങനെ 8 പേർ കുറ്റക്കാരാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടിരിക്കുന്നത്. ഇത് 2015 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജനുവരി 22-ന് രാത്രി ഈ നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ ഒരു സംഘം ആളുകൾ വാഹനത്തിലെത്തി ആക്രമിക്കുകയും നെഞ്ചിലടക്കം വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അത് പിന്നീട് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ സംഘത്തിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് 1 മുതൽ 11 വരെ പ്രതികൾ ഈ ദൗത്യത്തിൽ പങ്കാളികളായവരാണ് എന്നുള്ളതായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയത്. ബാക്കിയുള്ള പ്രതികൾ ഇവർക്ക് സംരക്ഷണം ഒരുക്കിയവരാണ് എന്നും കണ്ടെത്തുകയുണ്ടായി. അങ്ങനെയാണ് ആകെ 17 പ്രതികൾ ഈ കേസിൽ വരുന്നത്. ഇതിൽ 18-മതൊരു പ്രതി കൂടിയുണ്ട്. അയാൾ ജുവനയിലാണ്. അയാൾക്കെതിരെയുള്ള നടപടികൾ ജുവനയിൽ കോടതിയിലാണ് തുടരുന്നത്. ബാക്കിയുള്ള 17 പേർക്കെതിരെയാണ് പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയിലേക്ക് കടന്നത്. പിന്നീട് 1 വർഷം നീണ്ട വിചാരണയായിരുന്നു. ആ വിചാരണ പൂർത്തിയാക്കി 2016 ജൂണിലാണ് എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി ഈ ഷിബിൻ വധക്കേസിൽ വിധി പറഞ്ഞത്. അന്നത്തെ വിധി എന്ന് പറയുന്നത് ഈ കുറ്റം തെളിയിക്കാൻ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുകയാണ് എന്നുള്ളതായിരുന്നു കോടതിയുടെ ഉത്തരവ്. 17 പ്രതികളെയും ഈ പോലീസ് കണ്ടെത്തിയ 17 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി അന്ന് ഉത്തരവിട്ടത്. അത് അന്ന് വലിയ വിവാദമായിരുന്നു. ഇത് പ്രോസിക്യൂഷൻ മതിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം അന്ന് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പിന്നീട് LDF സർക്കാർ പിന്നീടാണ് അധികാരത്തിൽ വരുന്നത്. അന്ന് ഈ കേസ് നടക്കുന്ന സമയങ്ങളിലെല്ലാം UDF സർക്കാരായിരുന്നു. 2015 2016 ജൂൺ വരെയുള്ള കാലയളവിലൊക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതിനുശേഷം സർക്കാർ ഇതിനെതിരെ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. സർക്കാരിനൊപ്പം ഈ കൊല്ലപ്പെട്ട ഷിബിൻ്റെ പിതാവ് ഭാസ്കരൻ അദ്ദേഹവും അപ്പീൽ സമർപ്പിച്ചു. ഇതുകൂടാതെ അന്ന് ഈ ഷിബിനെ മാത്രമല്ല, ഷിബിനെ കൊലപ്പെടുത്തിയതോടൊപ്പം തന്നെ മറ്റ് 6 പേർക്ക് കൂടി ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ പരിക്കേറ്റവരും അപ്പീലുമായി പോയി. അങ്ങനെ 3 അപ്പീലുകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ എത്തിയത്. ആ അപ്പീലിൽ ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് C പ്രദീപ് കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായി തന്നെ വാദം കേട്ടു. അന്നത്തെ വിചാരണ കോടതിക്ക് മുമ്പാകെ എത്തിയ പല തെളിവുകളും കോടതി കണക്കിലെടുത്തില്ല എന്നുള്ളതായിരുന്നു ഈ പ്രോസിക്യൂഷൻ്റെ അടക്കം വാദമുണ്ടായിരുന്നത്.